ഈ ദുനിയാവിൽ നിന്നും മടങ്ങിപ്പോകേണ്ടുന്ന ഒരു ദിവസം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വരാനുണ്ട്. ഇന്നും നമുക്കുള്ള സമാധാനം എന്താണ് പ്രിയപ്പെട്ടവരെ? എനിക്ക് അത്രയേറെ മാരകമായി കൊണ്ടുള്ള രോഗങ്ങളൊന്നുമില്ല. എന്റെ സാമ്പത്തിക ശേഷിയൊക്കെ അല്പം മെച്ചപ്പെട്ടതാണ്. എനിക്ക് പ്രയാസപ്പെടുന്ന ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴൊന്നും മരണത്തിന്റെ മുമ്പിൽ കീഴൊതുങ്ങേണ്ടി വരില്ല എന്നുള്ള ഒരു ചിന്തയാണോ പ്രിയപ്പെട്ടവരെ നന്മയെ തിന്മയിലേക്ക് നയിക്കുന്നത് എങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കുക. യഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കും. അതുകൊണ്ട് ആ റബ്ബിങ്കലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ദിവസത്തെ കാത്തിരിക്കേണ്ടവനാണ് വിശ്വാസി. ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങി പോകേണ്ടവനാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്നാണ്. എത്ര വലിയ കുബേരനായാലും കുചേലനായാലും പണിക്കാരനായാലും പണക്കാരനായാലും വലിയ സമ്പന്നതയുള്ള ആളാണെങ്കിലും മണിമാളികകളിൽ സുഖമായി നിദ്രയുറങ്ങുന്ന ആളാണെങ്കിലും പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിന്റെ ആ അവധി അങ്ങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റബ്ബിങ്കലേക്ക് തിരിച്ചു പോകേണ്ടതാണ്. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. എന്നിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അവൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഹും ലാ യുദ്ലമൂൻ. അവരോട് അനീതി കാണിക്കപ്പെടുകയില്ല. കൃത്യമായിട്ട് പടച്ച റബ്ബ് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം അത് റബ്ബ് നമുക്ക് നൽകുമെന്നുള്ളതാണ്.